ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നൊരു നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കോലപ്പൂവിൻ്റെ പകുതി, ഒരു 5-6 ഗ്രാമ്പു, അതേപോലെ ഒരു കുറച്ച് കുരുമുളക്, ഒരു 5-6 ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക എൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ ആ ഏലക്ക ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബീഫ് കൊണ്ട് നല്ല അടിപൊളി ഒരു സ്റ്റൂ ആണ് കേട്ടോ. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്റ്റൂ. അപ്പം ഞാനിതേ ഒരു 2 വലിയ സവാള ഇതേപോലെ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുത്തേക്കാം. അതിട്ട് കൊടുത്ത് സവാള ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പം ഇത്രയും മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 8 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് അത്രയും എടുത്തത്. എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. എന്നാലും ഞാനൊരു 8 എണ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇച്ചിരിയും കൂടെ കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുത്തു. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ 1 കിലോ ബീഫാണ് വാങ്ങിയത്. പക്ഷേങ്കിൽ ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 1/2 കിലോ ബീഫ് ഇതേപോലെ എടുത്ത് കഴുകി, കഷ്ണം ഇച്ചിരി വലിയ കഷ്ണമാണ് കേട്ടോ, ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ 2ാമത്തെ പാല്, നല്ലൊരു കപ്പ് പാലുണ്ട് കേട്ടോ, 2ാമത്തെ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസിനൊക്കെ ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ബീഫ് കൊണ്ടുള്ള സ്റ്റൂ ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പോത്തിറച്ചി ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കോരിയൊക്കെ നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി ഇച്ചിരി കൂടിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത്രയും തേങ്ങാപ്പാൽ ചേർക്കണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണ്, അത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങും ഇതേപോലെ പൊട്ടറ്റോയും കൂടെ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 വിസിലാണ് അടുപ്പിച്ചത്. കിഴങ്ങൊക്കെ ഇട്ടതിന് ശേഷം 1 വിസിലടുപ്പിച്ചു. കുറച്ച് നമ്മുടെ സ്പൈസസ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് 1 വിസിലടിച്ചപ്പോൾ തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ 1 പിടി തേങ്ങയും ഒരു 10 കശുവണ്ടിയും കൂടെ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചാറ് നന്നായിട്ടൊന്ന് കുറുകാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 പാൽ 1 കപ്പ് പാലുണ്ട് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നോക്കിയാൽ ഭയങ്കര ഗ്രേവി ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അധികം തിളപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. 1 പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അധികം തിളപ്പിക്കണ്ട. പക്ഷേങ്കിൽ എരിവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊരു 2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് സ്റ്റൂ. അതിലേക്ക് ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്ക്കകത്ത് വറുത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബീഫ് സ്റ്റൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗ്രേവി ഇച്ചിരി കൂടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.